നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒറ്റ നില വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപം മഞ്ചാടി എന്നുള്ള സ്ഥലത്താണ്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ പണി ചെയ്ത് വന്ന ഏരിയാസാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു വീടുള്ളത്. കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ എലിവേഷനും കാര്യങ്ങളും എ ഫ്രെയിമും അതുപോലെ തന്നെ കേബിൾ റൂഫും നമുക്ക് വന്നിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് വുഡൻ പാനൽ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഗ്ലാഡിങ് ടൈൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നല്ല ടെക്സ്ചർ വർക്ക് വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് അളവിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 4 സെൻറ്റ് ലാൻഡിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈനായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എലിവേഷനും കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഇന്റീരിയറിലോട്ട് പോകാൻ മുന്നേ നമ്മൾ പറയേണ്ടത് ഫ്രണ്ടിൽ നമുക്ക് ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് റോഡ് നമുക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട് ടാറേജ് വരുന്ന റോഡ് ലോറി സൈറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ വീടിൻ്റെ മെയിൻ എൻട്രൻസും കാര്യങ്ങളാണ് ഈ കാണുന്നത്. മെയിൻ എൻട്രൻസ് നമുക്ക് ഇത്രയും വീതിയായിട്ട് വരുന്ന എൻട്രൻസ് ആണ്. വീടിനകത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒരു കാറൊക്കെ നമുക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ ഫ്രണ്ടിൽ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷനാണ് വന്നിട്ടുള്ളത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ നമുക്ക് ഒരു ഗാർഡനും പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ നമുക്ക് സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റ് ഔട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ട് നമുക്ക് 12x5 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സിറ്റ് ഔട്ട് 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തുകൊണ്ട് നല്ല കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഔട്ടർ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും അതിനകത്ത് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ട് നമുക്ക് നോക്കുമ്പോൾ ഫോൾ സീലിംഗ് വർക്കിൽ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത്. നല്ല ആദ്യം പറഞ്ഞതുപോലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് ഇത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഫ്രണ്ട് ഡോർ നല്ല എലഗൻറ്റ് രീതിയിൽ നല്ല സിമ്പിൾ മെത്തേഡിലാണ് നമുക്കിവിടെ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കിടക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുള്ള ഒരു ലോക്ക് കൊടുത്തതിനാണ് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം. അപ്പോൾ സിറ്റ് ഔട്ടിൽ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറെ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. 20x16 ഡയമെൻഷൻ വരെ നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു TV യൂണിറ്റ് നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ നമുക്ക് TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല എലഗൻറ്റ് രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള വാഷ് കൗണ്ടർ ഏരിയയാണ് ഇവിടെ വന്നേക്കുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സാണ് വാഷ് കൗണ്ടർ ഏരിയയിൽ വന്നിട്ടുള്ളതും. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം നമുക്ക് ഗ്ലാഡിങ് ടൈൽസ് നമുക്ക് ആ ഒരു മെത്തേഡിൽ വരുന്ന ടൈലും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ഒരു സ്പോട്ട് ലൈറ്റും മിററും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ. അപ്പോൾ ഇതാണ് നമുക്ക് മെയിൻ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ വരുന്ന കോൺസെപ്റ്റിൽ വരുന്ന ഈ ഒരു ഏരിയയുടെ ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതാണ് നമുക്ക് കിച്ചണിൽ വരുന്ന എൻട്രൻസ്. അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കബോർഡ് വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു മനോഹരമായൊരു കിച്ചണാണ്. നമുക്ക് ഫുള്ളിവിടെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. മുകളിൽ താഴെയുമായിട്ട് ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മോഡലായ രീതിയിലുള്ള കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഏരിയയാണ് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം നമുക്ക് നോക്കുമ്പോഴത്തേക്കും മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കിച്ചണിൻ്റെ വർക്ക്.
വുഡിൻ്റെ വർക്കാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് നമുക്ക് 3 BHK ഒരു ബെഡ്റൂം വരുന്ന വീടാണ്. നമ്മൾ നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം കജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ ഫ്ലോട്ടിംഗ് ടൈപ്പ് വരുന്ന ഒരു വാൾ റൂഫ്സാണ് നമുക്കിവിടെ ഫിക്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നതും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം കാര്യങ്ങൾ തന്നെയാണ് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ബാത്റൂമാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം സൈസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് രീതിയിൽ വരുന്ന ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ ഇൻബിൽഡ് ആണ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ഒരു റൂമും വരുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. വാട്ടർ ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. നല്ല അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള റൂം സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഫ്ലോറിംഗ് എല്ലാം കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 10x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം നമുക്കിവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഈ ഒരു വീടിന് നമുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 ബെഡ്റൂം നമുക്ക് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് ഡിസൈനിൽ വരുന്ന വാൾ റൂഫ്സും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു റൂമിലും കൊടുത്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ഒരു റൂമിനും വന്നേക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്തേക്കുന്ന ഒരു ബാത്റൂം തന്നെയാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ്. അപ്പോൾ ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് തന്നെയാണ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമുക്കിതിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 41 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിൻ്റെ ഈ ഒരു പ്രൈസ് 41 ലക്ഷം 41 lakhs നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.